ഫ്രണ്ട്സ്, അപ്പോൾ ഗോവ ഓൺ വീൽസിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് മടുഗാവിൽ എപ്പോഴും കുറേയൊക്കെ ഫെസ്റ്റ് നടക്കാറുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മടുഗാവിൽ രവീന്ദ്ര ഭവൻ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ എല്ലാ പ്രാവശ്യം നടക്കുന്ന ഫെസ്റ്റുകളിൽ ഒന്നാണ് ഈ കോട്ടൺ സാരികളുടെ ഈ കോട്ടൺ സിൽക്കിന്റെ മേള. അപ്പോൾ ഇതിപ്പോ എടുത്തിട്ട് കുറച്ച് നാളായി. 2024 ഡിസംബറിലാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്കത് ഇടാനും എഡിറ്റ് ചെയ്യാത് എല്ലാം ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ എന്തൊക്കെയാണ് അവര് സെല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിപ്പോ കുറച്ച് എന്തിട്ടാ പറയുന്നത്, ചവിട്ടികളൊക്കെ ആയിരുന്നു ആദ്യം തന്നെ അവിടെ പുറത്തായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ ഇപ്പൊ കണ്ടോ, കുറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ ആളുകൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അധികം പോവാറൊന്നുമില്ല, ഇങ്ങനത്തെ മേളകൾക്കൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഷോക്കേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നത്. ഞാൻ പ്രത്യേകിച്ച് സാരികളൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിനോടൊന്നും അധികം താല്പര്യമില്ല. നാട്ടിൽ ഇതേപോലെ കൊച്ചിയിലൊക്കെ ഇതേപോലെ കുറെയൊക്കെ നടക്കാറുണ്ട് ഇങ്ങനെയൊക്കെ വസ്ത്രമേളകളൊക്കെ അല്ലേ. അപ്പൊ ഇത് പല പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള സാരികളൊക്കെ ഉണ്ടോ. കുറെ രാജസ്ഥാനി, കുറെ ഗുജറാത്തി സിൽക്സ്, പിന്നെ പഞ്ചാബി, പിന്നെ കാശ്മീരി, അങ്ങനെയൊക്കെ കുറെ അവരുടെ സ്റ്റാളുകൾക്ക് പേരുകളും ഉണ്ട്. കലങ്കാരി ടൈപ്പ് അങ്ങനെയൊക്കെ കുറെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ചേട്ടനപ്പൊ റെഡിയായി നമുക്ക് വേണ്ടിയിട്ട് സാരിയുടെ കളക്ഷനൊക്കെ പറഞ്ഞു തരാനായിട്ട്. अभी तक कोई वीडियो नहीं अपलोड किया है हम। नहीं होगा तो जरूर डालो, आप अपना चैनल पे डालो। हम लोग भी बच्चे ही तो है यार। ये हमारी साड़ी है कैसे स्पेशलिटी है, इससे स्किन वगैरह कभी भी खराब नहीं होगा। और इसका जो मॉइस्चराइजर बहुत गुड फील देगा, बहुत नहीं करेगा। आप अगर हैंडलूम साड़ी वगैरह पहनते हैं तो आपको गुड फील होगा। और कहीं भी पार्टी वगैरह ऐसे अदर जनरली भी पहन के आप कैच कर सकते हैं। अच्छा नया मॉडल रविंद्र भवन में आए हुए हैं। ये गोवा के मडगांव में पड़ता है। अब केरला आएगा। पूरा इंडिया जाते हैं मैडम। क्या त्रिवेंद्रम जाते हैं हम लोग, जाते हैं हम लोग, आलेपी जाते हैं, एर्नाकुलम, कोयम्बटूर जाते हैं, आप तक कर्नाटक में, फिर अपना चेन्नई जाते हैं। पूरा इंडिया मतलब हम लोग जाते हैं जहाँ भी हम लोगों का एग्जीबिशन आगे रहता है। ओके, ഗുഡ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പൊ ഇത് ഇമ്രാൻ ഭായിയുടെ സ്റ്റാൾ ആയിരുന്നു സാരികളുടെ. അപ്പൊ ഇമ്രാൻ ഭായ് പറഞ്ഞതുപോലെ നല്ല കളക്ഷൻസും നല്ല റേറ്റിനൊക്കെയാണ്, നല്ല റേറ്റ് കുറവൊക്കെ ആയിട്ടായിരുന്നു, നല്ല സാരികളൊക്കെ ആയിരുന്നു അവിടെ വെച്ചിരുന്നത്. അതേപോലെ കുറെ സാരികൾ മാത്രമല്ല, ഇത് കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങളും ഇവിടെ ഉണ്ട്. മാല, വള, അതേപോലെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, രാജസ്ഥാനി ബെഡ്ഷീറ്റുകളും അതൊക്കെയാണ് ഇവിടെ. പിന്നെ ഗോവയിൽ ഞാനിവിടെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് സൗത്ത് ഗോവയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ തന്നെ എപ്പോഴും ഇതേപോലെയുള്ള ഫെസ്റ്റുകൾ ഉണ്ടാവും. ഇതേപോലെ ചിലപ്പോൾ കോട്ടൺ സിൽക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ട്രഡീഷണൽ കൾച്ചറൽ ഐറ്റംസിന്റെ ഒക്കെ ആയിരിക്കാം. അങ്ങനെ എപ്പോഴും ഫെസ്റ്റുകൾ ആയിരിക്കുള്ളൂ. ഗോവ എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഫെസ്റ്റുകൾ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ സൗത്തിൽ ഇത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിൽ നോർത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ല റീസണബിൾ റേറ്റില് നമ്മുടെ ഇന്ത്യ
ിലുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന രീതിയിലുള്ള ഫെസ്റ്റിവലൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ള പല പല ഫെസ്റ്റുകൾ ഇവിടെ നടക്കാറുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കോട്ടൺ സിൽക്ക് ഫെസ്റ്റ്. സ്ത്രീകളുടെ മാത്രമല്ല, നമ്മളുടെ ബോയ്സിനും ആണുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഷർട്ടുകളും കുർത്തീസും എല്ലാം ഇവിടെ അവൈലബിൾ ആയിരുന്നു. स्टॉल में क्या है? साड़ी, बनारस। നിങ്ങൾക്ക് അവര് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നറിയാം, കാരണം അന്നേരം എൻ്റെ അടുത്ത് മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ സൗണ്ട് ഒന്നും വീഡിയോയിൽ വന്നില്ല. ഇതിപ്പോ പറഞ്ഞത് ബനാറസി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളതെന്നാണ്. അതൊരു ബനാറസി സ്റ്റാൾ ആയിരുന്നു. ബനാറസിയിലുള്ള എല്ലാ സാരികളും എല്ലാം ഉള്ള ഒരു സ്റ്റാൾ ആയിരുന്നു അത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും എടുത്ത് കാണണം. എപ്പോഴും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.